എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പം രാവിലെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ റെഡിയാക്കണത്. കാരണം നമ്മുടെ സനമോൾക്ക് കൊടുക്കത്തക്ക ഫുഡാണ് ഇപ്പം ഞാൻ കൂടുതലും ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. ഇപ്പം കുറച്ച് കറികളൊക്കെ കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ പൊതുവേ കുട്ടികൾക്ക് ചിലർക്ക് പഞ്ചസാര കൂട്ടിയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ സനമോളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് കുറച്ചിങ്ങനെ ഈ എരിവും പുളിയും ഒക്കെ ഉള്ള ആഹാരമാണ് ഇഷ്ടം കേട്ടോ. അപ്പം നിസാറിക്ക് വഴക്ക് പറയുകയും ചെയ്യും കുഞ്ഞിനിങ്ങനെ എരിവും പുളിയൊക്കെ കൊടുക്കുന്നതിന് കേട്ടോ. പക്ഷെ അവൾക്ക് നമ്മളിപ്പം മധുരത്തിൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് വലിയ താല്പര്യമില്ല. അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വായിന്ന് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തുപ്പിത്തരും. ഇപ്പം മോൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്താലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ മധുരം ഉള്ളത് അങ്ങനെ വലിയ പ്രിയമില്ല കേട്ടോ. ചെറുതായിട്ട് പുളിപ്പുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇഷ്ടം. അപ്പം ഞാൻ പറയും പണ്ട് നമ്മുടെ സുൽത്താൻ ഇതുപോലെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ സ്ട്രോബെറി, അതുപോലെ ഗ്രീൻ ആപ്പിൾ, ഇതൊക്കെ ആയിരുന്നു സുൽത്താൻ ഇഷ്ടം. ഇതുപോലെ പുളി ഐറ്റംസ് ആയിരുന്നു ഇഷ്ടം. പക്ഷെ എല്ലാവരും പറയും കേട്ടോ പുളിയൊന്നും അധികം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൂടാന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതൊന്നും നമ്മൾ കൂടുതലായിട്ടൊന്നും കൊടുക്കത്തില്ലല്ലോ. അപ്പം ഞാൻ ഇത് എൻ്റെ ഇൻഡസ് വാലിയുടെ കടായിയാണ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഇതിലാണ് ഇന്നിപ്പം സാമ്പാർ റെഡിയാക്കാനായിട്ട് പോണത്. നല്ല പാത്രമാണ് കേട്ടോ, അടിക്ക് പിടിക്കൊന്നുമില്ല. അപ്പം മുൻപ് ഞാൻ കാണിച്ചപ്പോഴേക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അടിക്ക് പിടിക്കുമോ എന്നൊക്കെ ചോദിച്ച് കുറേ ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അടിക്ക് പിടിക്കുക ഒന്നുമില്ല. നമുക്കത് കുക്ക് ചെയ്യുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പാത്രം. അതുപോലെ തന്നെ ഇത് ഇൻഡസ് വാലിയുടെ പ്രഷർ കുക്കറാണ്. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതുപോലെ അതായത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറികൾ ഉണ്ടാക്കാനായിട്ട് ചെറുതായതുകൊണ്ട് പെട്ടെന്നെല്ലാം റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പം ഇതിപ്പം റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സനമോൾ എഴുന്നേറ്റ് വരുമ്പോഴേക്ക് അവൾക്ക് ചൂടോടുകൂടി തന്നെ ഇതൊക്കെ കൊടുക്കാമല്ലോ. പിന്നെ ഒരു കാര്യേ, നാളെ ജൂലൈ 30 നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഓർമ്മയുള്ളവരൊക്കെ ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പം ഇവിടെ ഈ പറഞ്ഞ മാതിരി രാവിലെ സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാലും എനിക്കിപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ കേട്ടോ സമയം തികയാത്തത് പോലാണ് തോന്നുന്നത് കേട്ടോ. കുറച്ച് കൂടുതൽ സമയം കിട്ടിയിരുന്നെങ്കിലെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വെറുതെ ഇരിക്കുന്നു ഒന്നുമില്ല. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഒന്നിനും ജോലി ചെയ്ത് തീരാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. കാരണം സനമോൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞ് പിന്നെ അവളുടെ ഫുഡ് കൊടുക്കുന്ന കാര്യമൊക്കെ ഞാനല്ല നോക്കണത്. ഫുഡൊക്കെ അവളെ കഴിപ്പിക്കുന്നതൊക്കെ നമ്മുടെ നിസാറിക്കയാണ് കേട്ടോ. നിസാറിക്ക കൊടുത്താലേ അവൾ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ബോണ്ടാണ് കേട്ടോ നിസാറിക്കയും സനമോളും തമ്മിൽ. അതുപോലെ ഇഡ്ഡലിയൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പൊ റീസെന്റ് ആയിട്ടാണെങ്കിൽ ഇഡ്ഡലിയോട് ഭയങ്കര ഒരു പ്രേമമാണ്. അതുപോലെ തന്നെ ഈ സാമ്പാർ, ഇന്നിപ്പം നല്ല ലൂസ് സാമ്പാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇഡ്ഡലിയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പാറാണ് കേട്ടോ. ഇവിടെ സൽമാന് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സാമ്പാർ ഞാൻ ഒരുപാട് വെറൈറ്റി സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും സിമ്പിൾ സാമ്പാറിനാണ് ഇവിടെ ഡിമാൻഡ് കൂടുതൽ കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ എന്താണ് ഇഷ്ടം? ചമ്മന്തിക്കറിയാണോ? ഇതാണ് നമ്മുടെ സുൽത്താൻ്റെ എടുത്തു കഴിഞ്ഞാൽ സുൽത്താൻ ചമ്മന്തിക്കറിയാണ് ഇഷ്ടം കേട്ടോ. അപ്പം സുൽത്താനുള്ള സമയത്തൊക്കെ ഞാനിതുപോലെ രണ്ടും ഉണ്ടാക്കും, സാമ്പാറും ഉണ്ടാക്കും ചമ്മന്തിക്കറി ഉണ്ടാക്കും. നമ്മുടെ റിച്ചു പാവം, പിന്നെ അവൻ അങ്ങനെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒന്നുമില്ല. എന്ത് കൊടുത്താലും അവന് വലിയ ആസ്വദിച്ച് സന്തോഷത്തോടുകൂടി കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ഇങ്ങനെ കഴിക്കാനാണ് ഈ ഒരു സാമ്പാർ നല്ലത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കിയത്. സനമോൾക്ക് ഇതുപോലെ ആഹാരം കൊടുക്കാനായിട്ടേ അവള് വന്നിട്ട് പറയും പാപ്പ കാക്ക എന്ന് പറയും. എന്ന് വെച്ചാൽ വെളിയിൽ പോയിട്ട് ആഹാരം കഴിക്കാമെന്നാണ് പറയുന്നത്. അപ്പം അവളുടെ ടേബിളിലൊക്കെ വെച്ചിരുന്ന് കൊടുത്താലും അവൾ കഴിക്കത്തില്ല. അപ്പൊ നിസാറിക്ക ഇങ്ങനെ കൊണ്ട് നടന്ന് നിസാറിക്കയുടെ പോക്കറ്റിൽ എന്തിരിക്കുന്നുണ്ട്? സനമോളുടെ വെള്ളത്തിന്റെ കുപ്പിയാണ് കേട്ടാ. അപ്പൊ ഞാൻ പറയുന്നുണ്ട് അകത്തിരുന്ന് കൊടുക്കാന്ന് പറയുമ്പോൾ അവൾ കഴിക്കത്തില്ല എന്ന് നിസാറിക്ക പറഞ്ഞു. അവൾക്ക് ഇങ്ങനെ അവിടെ കണ്ട പട്ടികൾ കിടക്കുന്നത്. അപ്പൊ നിസാറിക്ക പറയുന്നുണ്ട് മോൾ അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട് വാ എന്നൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ട്. നല്ല കാറ്റ് കേട്ടോ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കാറ്റാണ്. ഞാൻ പറയുന്നുണ്ട് സനമോളെ നീ വെളിയിൽ നിന്നാ നിന്നെ കാറ്റ് കൊണ്ടുപോകുന്നു. കാരണം അത്ര ശക്തമായിട്ടുള്ള കാറ്റാണ് കേട്ടോ ഇവിടെ. കണ്ട വെള്ളം ചോദിക്കുമ്പോൾ നിസാറിക്ക പോക്കറ്റിൽ നിന്ന് കുപ്പി എടുത്ത് കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നിസാറിക്കയുടെ കൺട്രോളിലൊന്നും നിൽക്കത്തില്ല കേട്ടോ. അവളില്ല മറ്റേ ബ്രേക്ക് വിട്ട മാതിരി ഒരു പോക്കാണ്. ഇതാ കണ്ട നിസാറിക്കയുടെന്ന് വിളിക്കുന്നുണ്ട്. അതായത് നിസാറിക്കായ സർവ്വ പെടാപാടും പെടുത്തിയിട്ടാണ് അവൾ ആഹാരം കഴിക്കുന്നത്. ഇതാ ഇപ്പം ആ സൈഡിലോട്ടൊക്കെ ഓടിപ്പോയി ഗേറ്റിൻ്റെ ഇടയിലും എല്ലാം വരുവാണ്. എന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോഴേക്ക് അവൾക്ക് പൂ മണപ്പിക്കാനായിട്ട് കൊടുക്കണം
കേട്ടോ. അപ്പം ഇങ്ങനെ ആക്ഷനാണ്, എല്ലാം ആക്ഷൻ കാണിച്ചാണ് പറയുന്നത്. അപ്പം നമ്മളത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇതുപോലെ എടുത്തു കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ അവൾക്ക് ഇങ്ങനെ അവളുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കണം. അതെല്ലാ കുഞ്ഞു മക്കളും ഇങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ അവരെ പിടിച്ചു നിർത്തുന്നത് അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. ഇതാ ഓടി തളർന്ന് നിസാർക്കയാണ് ഇതാ ഇപ്പൊ ഇവിടെ തളർന്നു വന്നിരിക്കുന്നത് കേട്ടോ. അവളെ ഓടുകയാണ്. കാറ്റൊരു രക്ഷയില്ലല്ലേ. ഈ പിള്ളേർക്കൊക്കെ ഭക്ഷണം കൊടുക്കണമെങ്കിലേ സമയം കുറച്ച് ക്ഷമയുള്ളവർക്കേ പറ്റൂ. കുറച്ചല്ല, നല്ല ക്ഷമ വേണം. അതോ ഈ പിള്ളേരെ ഒപ്പം ഇവിടുന്ന് ഓടണം. എത്ര നേരമായിട്ട് ഞാൻ ഒരു അര ഇഡ്ഡലി കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നാളത്തെ ദിവസം എന്ന് പറയുമ്പം ജൂലൈ 30. ഞാൻ വീണ്ടും പറയാണ്. അപ്പം നിങ്ങൾ ഓർക്കുന്നവർ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൂടി ഒന്ന് പറയും. ഞാൻ പറയേ ഇല്ല കേട്ടോ, നിങ്ങൾ പറയും ഓർക്കുന്നവർ. അപ്പം എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതാ ഇവിടെ വന്നത്. എനിക്ക് ഇവിടെ വന്ന് സാധനം വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോഴെന്നല്ല, പണ്ടേ വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് വന്ന് കൂടുതലും സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. അപ്പം ഇവിടെ ആകുമ്പോഴേക്ക് ഇതേ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പം ആ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം വന്ന് എടുത്തിട്ടൊക്കെ പോകാനായിട്ട് സാധിക്കും. സനമോളെയും കൊണ്ട് വരുന്നത് കൊണ്ട് തന്നെ അവൾക്കും ഇങ്ങനൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴേക്കും അവളിങ്ങനെ എടുത്തു നോക്കിയും അതിങ്ങനെ തൊട്ട് നോക്കിയും ഒക്കെ ഇങ്ങനെ നിൽക്കും കേട്ടാ. അപ്പം എന്താ കണ്ട, എനിക്ക് വെളുത്തുള്ളി വാങ്ങിക്കണമായിരുന്നു. അവിടെ പൊളിച്ചതും ഉണ്ട്, ഇവിടെ പൊളിക്കാത്തതും ഉണ്ട്. പിന്നെ ഇവിടെ ചൈനീസ് വെളുത്തുള്ളി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ എടുത്തായിരുന്നു. കാരണം പെട്ടെന്ന് എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തോല് പൊളിച്ചെടുക്കണമെങ്കിൽ ചൈനീസ് വെളുത്തുള്ളിയാണ് ഞാൻ എടുക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ചെറിയ വെളുത്തുള്ളി തന്നെയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഇതൊക്കെ ക്യാരറ്റൊക്കെ നമ്മുടെ സനമോൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ആ ബോയിൽ ചെയ്ത് ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കാൻ നോക്കും. പിന്നെ കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നതാണ് ബ്രൊക്കോളി വാങ്ങണം, ഒന്ന് പുഴുങ്ങിയെടുക്കണം എന്നൊക്കെ. അതിനി സനമോള് കഴിക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല. എന്തായാലും ഇനി അത് പുഴുങ്ങി കൊടുത്തു നോക്കണം. ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതും എന്തുകൊണ്ട് നല്ലതാണ്. സൽമാനാണെങ്കിൽ ആവക്കാഡോ അത് ഇതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവൾ ഒരു സ്പൂൺ ഇങ്ങനെ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് ഈ പറഞ്ഞ മാതിരി കഴിക്കത്തില്ല, വാ തുറക്കത്തില്ല. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങിച്ച് ഇനി വീട്ടിലേക്ക് പോകണേ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ ഇൻഡസ് വാലിയുടെ കാസ്റ്റ് ആൻഡ് കുക്ക് വെയർ കേട്ടാ. പണിയാരപ്പാനാണ്, നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. 9 കുഴികളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അപ്പം ഞാനതൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ കാസ്റ്റ് ആൻഡ് ഈ ഇൻഡസ് വാലിയുടെ ഈ കാസ്റ്റ് ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാച്ചുറലി നോൺ സ്റ്റിക്കാണ്. പിന്നെ ഇതിൽ കെമിക്കൽ കോട്ടിങ്ങോ ഒന്നുമില്ല. പ്രീമിയം ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ പ്രീ സീസണിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് സീസണിങ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. പിന്നെ ഏത് കാസ്റ്റ് അയൺ ആണെങ്കിലും നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും അതിൻ്റെ ആ ഒരു സംഭവം ഈട് നിൽക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴൊക്കെ ഇതുപോലെയുള്ള പ്രീ സീസൺ കാസ്റ്റ് അയൺ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇങ്ങനെ പഴക്കേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് വലിപ്പമുള്ള കുഴിയല്ല, കറക്റ്റ് നമ്മുടെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന കറക്റ്റ് കുഴിയാണ് കേട്ടോ. അതാ കണ്ട. പിന്നെ ഇതിൻ്റെ അരിക് നല്ലതുപോലെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എണ്ണ ഒഴിച്ചാൽ ഗ്യാസിലേക്കൊന്നും തെറിച്ച് വീഴത്തുമില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നോക്കുന്ന ഒരു കാര്യം ഇതൊക്കെയാണ് കേട്ടോ. എന്തൊക്കെ പ്രീ സീസണിങ് ചെയ്തതാണെന്ന് പറഞ്ഞാലും ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. ആദ്യം നന്നായിട്ട് ഇതുപോലെ വാഷ് ചെയ്യും. പിന്നെ ഗ്യാസിൽ വെച്ച് ആ വെള്ളം എല്ലാം ഒന്ന് കളയും. അതിനുശേഷം കുറച്ച് ഓയിൽ ഇതിലേക്കൊന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് തേച്ച് വെക്കും കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഇതിൽ നിന്ന് ഇളകി കിട്ടും. അപ്പം പ്രീ സീസൺ ആയതുകൊണ്ട് ഇങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഞാൻ ഏത് കുക്ക് വെയർ പ്രീ സീസണിങ് ചെയ്ത് വന്നതാണെങ്കിലും ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് പിന്നെ അവിടെ യാതൊരു ടെൻഷനും വേണ്ട. പെട്ടെന്ന് നമുക്ക് സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതുപോലെ എണ്ണ ഒന്ന് എല്ലായിടത്തും വരത്തക്ക രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചെയ്തെടുത്താലേ സത്യം പറഞ്ഞാൽ എനിക്കൊരു മനസ്സമാധാനമുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ എടുക്കുമ്പോഴേക്കും എൻ്റെ ആ ഒരു ഉണ്ണിയപ്പച്ചട്ടി നല്ല സുന്ദരിയായിട്ടുണ്ടല്ലേ.
വൈകുന്നേരം ആയപ്പോഴേക്കും കാറ്റിന് ഒരു ശമനം ഇല്ല കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്? ഇതുപോലെ തന്നെ കാറ്റുണ്ടോ? കാറ്റ് കാരണം എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പറയും കേട്ടോ. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള കാറ്റാണ് ഇവിടെ ഇപ്പോൾ. ഇന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ്, അതായത് 4 മണിക്ക് എഴുന്നേറ്റിട്ടാണ് ഇപ്പോൾ ഞാൻ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിരിക്കണേ. കുറച്ച് മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എനിക്കൊരു സ്ഥലത്തേക്ക് എത്തിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 4 മണിക്ക് എഴുന്നേറ്റത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ശർക്കര പാനിയൊന്ന് എൻ്റെ കയ്യിൽ ഫ്രിഡ്ജിലിരുന്നതൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ സാധനം വാങ്ങിയപ്പോൾ ഞാൻ വാങ്ങിയിട്ട് വന്നതാണേ. അപ്പോൾ ഉരുക്കിയത് ഞാനൊന്ന് മാറ്റി വെച്ചു. അപ്പോൾ അടുത്ത് ഇനിയിപ്പോൾ ഒട്ടും ടൈമില്ല, പെട്ടെന്ന് ക്യുക്കായിട്ട് കാര്യങ്ങൾ നടക്കണം. നെയ്യ് ഒഴിച്ച ശേഷം കുറച്ച് കൊപ്ര ഇതിനിടയ്ക്ക് ഞാനൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അത് ഇതുപോലെ ഒന്ന് മൂത്ത് വരണം. ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട കേട്ടോ, എങ്കിൽ പിന്നെ അതിന് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഞാനിവിടെ ഇപ്പം ഏകദേശം 1 ടേബിൾ സ്പൂണോളം എള്ള്, നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്താൽ മതിയേ. കറുത്ത എള്ളാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ചില സമയങ്ങളിൽ ഞാൻ കരിഞ്ജീരകം ചേർക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ എള്ളാണ് ചേർത്തിരിക്കുന്നത്. അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചേ. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഒരു 8-10 ഏലക്കായുടെ കുരുവാണ് കേട്ടോ, അതും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് പെർഫെക്റ്റ് റെസിപ്പിയാണ്, ഇൻസ്റ്റൻ്റ് ആണ്. എന്നിട്ട് ഞാനിവിടെ 3 പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ പഴത്തിൻ്റെ അളവ് കൂട്ടിയത്. ഒരുപാട് പഴത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് എണ്ണ കുടിക്കും, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. എന്നിട്ട് അതും ഞാൻ ഇവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇത് കണ്ട ഈ ഒരു പരുവത്തിലാണ് അടിച്ചെടുത്തിരിക്കുന്നത്. നല്ലതുപോലെ അടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഒരു ബൗളിലേക്ക് നമ്മളുടെ ഈ ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിക്കുകയാണ്. ചൂടോടുകൂടി തന്നെ നമുക്കിത് എടുക്കണം കേട്ടോ. അപ്പം ഒന്ന് അരിച്ചൊഴിക്കുമ്പോഴേക്കും തന്നെ അതിലുള്ള മണ്ണും കല്ലും ഒക്കെ ഒന്ന് മാറിക്കിട്ടും. എത്ര നല്ലതെന്ന് പറഞ്ഞാലും നമ്മൾ അരിച്ചെടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം ഇതിൽ അഴുക്കുണ്ടാവും കേട്ടോ. നമ്മൾ അരിച്ചെടുക്കുമ്പം അരിപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ എത്രത്തോളം അഴുക്കൊക്കെ ഉണ്ടെന്ന്. അപ്പം നമ്മൾ പുറമേ നിന്ന് ഇതൊന്നും വാങ്ങിക്കുമ്പം ആരും നമ്മളെപ്പോലെ വൃത്തിക്കും വെടുപ്പിനും ഒക്കെ ഉണ്ടാക്കും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവരൊക്കെ അരിച്ചെടുക്കാനാണോ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചൂടോടുകൂടി തന്നെ നമുക്കിത് ഉപയോഗിക്കാനുള്ളതുകൊണ്ട് ഞാൻ മാറ്റി വെക്കുകയാണേ. പിന്നെ ഞാൻ ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ 2 കപ്പ് മൈദാമാവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിയും 2 കപ്പ് മൈദാമാവും 1/4 കപ്പ് റവ. ഇത് പെർഫെക്റ്റ് റെസിപ്പിയാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്തത്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഈ അടിച്ച് വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, പഴവും ഏലക്കായും, അത് നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി പിന്നെ നമുക്ക് ശർക്കരപ്പാനി വേണം ഒഴിച്ചു കൊടുക്കാനുള്ളത്. അതെപ്പോഴും നിങ്ങളുടെ മധുരത്തിൻ്റെ പാകത്തിന് വേണം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഇതിലേക്ക് അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് വെള്ളമോ അല്ലെങ്കിൽ ശർക്കരപ്പാനിയോ ഒക്കെ ചേർക്കേണ്ടി വരും. ഞാനിവിടെ ഇപ്പോൾ 1.5 കപ്പ് ശർക്കരപ്പാനിയാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇനി എത്ര ചേരും എന്ന് മനസ്സിലാവത്തുള്ളൂ. വീണ്ടും ഞാൻ 1/2 കപ്പ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. മധുരം ഓവറായി പോകണ്ട കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരു സൈഡിൽ നിങ്ങൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവണം. കാരണം ബാക്കി ഇനിയിപ്പം നമ്മൾ തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിതിപ്പം മെഷർമെൻ്റ് ഒന്നും എടുക്കാൻ പോയിട്ടില്ല, കാരണം എനിക്ക് അതിനുള്ള സമയമില്ല. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കലക്കി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം അത് എത്ര ലൂസ് ആവണം എന്നുള്ളത്. അപ്പം ഞാൻ ബാക്കി തിളച്ച വെള്ളം ഇതുപോലെ ഒഴിച്ച് കട്ട കെട്ടാതിരിക്കാൻ ആദ്യം ഇതൊന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് ബാക്കി വീണ്ടും ഇതുപോലെ തന്നെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ ശർക്കര പാനിയിൽ മാത്രം വെച്ചിട്ട് ഇത് കലക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമായി പോകും. അതുകൊണ്ട് തിളച്ച വെള്ളം എടുത്തു വെച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കി നോക്കണം. എന്നിട്ട് കട്ട ഒട്ടും കെട്ടരുത്, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. കട്ട കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒന്ന് ഇളക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് ഈ പരുവമാവണം കണ്ടോ. ഇതിപ്പം നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ബാറ്ററില്ലേ, ആ പരുവം ആയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന നെയ്യിൽ വറുത്ത കൊപ്രയും എള്ളും കൂടി ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
അപ്പം ഇത് എപ്പോഴും ശർക്കരപ്പാനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് ഇളക്കുമ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടോടുകൂടി തന്നെ ഒഴിച്ചിളക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ ബാക്കി തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുതേ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഇനി ഇതിൽ ഞാനൊരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് കേട്ടോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പം ഞാനൊരു 10 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ ഇതാ നമ്മളുടെ ഉണ്ണിയപ്പ ചട്ടി ഞാൻ എണ്ണ തടവി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ പിന്നെ കഴുകാനൊന്നും പോയിട്ടില്ല. ബാക്കി ഇതുപോലെ എണ്ണ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എണ്ണ ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇന്നിപ്പോൾ ഞാൻ നെയ്യ് ഇതിലേക്ക് ചേർത്തിട്ടില്ല, കാരണം നമ്മൾ ആ ഉണ്ണിയപ്പ ബാറ്ററിൽ നല്ലതുപോലെ നെയ്യ് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ പിന്നെ ചേർക്കാത്തത്. എന്നിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഈ ബാറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ആ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അത് ആ ഒഴിക്കുന്ന പരുവം കണ്ടോ. ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്, ഒരുപാട് കട്ടിക്കും വരരുത്. കട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ണിയപ്പം ഭയങ്കര ഹാർഡായി പോവും. പിന്നെ ലൂസായി കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോവും. അപ്പം ഇത് കറക്റ്റ് മെഷർമെൻ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ്. എന്നിട്ട് ഒരു സൈഡ് റെഡി ആകുമ്പോൾ അതാ കണ്ട നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ണിയപ്പ പാനിൽ നിന്ന് വിട്ടു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത് പ്രീ സീസൺഡ് കാസ്റ്റ് അയൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുമായിട്ടൊരു മൽപ്പിടുത്തം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഇൻഡസ് വാലിയുടെ ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ സല്യൂട്ട് 12 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 12% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ദാ നമ്മളുടെ ഉണ്ണിയപ്പമൊക്കെ ഞാൻ മറിച്ചിട്ട് നല്ല ഒരു ഗോൾഡൻ കളറിൽ ആവുന്നവരെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ശരിക്കും ഈ കുഴിയിൽ നിന്ന് ഞാൻ ഇതുപോലെ എണ്ണ വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ കുടിക്കുക ഒന്നുമില്ല കേട്ടോ. ഇത് നല്ല ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നല്ല ഈസി ആയിട്ട് ഉണ്ണിയപ്പം അതിൽ നിന്ന് ഇളകി വന്നിട്ടുണ്ട്. കണ്ട ഗ്യാസിലേക്ക് തെറിച്ചു പോവുകയോ ഒന്നുമില്ല. ചില ഉണ്ണിയപ്പ പാനൊക്കെ ഉണ്ട്, ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഉണ്ണിയപ്പത്തിന് ഇതുപോലെ മാവ് ഒഴിക്കുമ്പോൾ തന്നെ ഓവർഫ്ലോ ആയിട്ട് ഗ്യാസിലേക്കൊക്കെ പോകും. പണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ടൈപ്പൊക്കെ. ഇത് നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പം അടുത്ത ഒരു മധുരം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് അത് ഒന്ന് അലിയിച്ചെടുക്കണേ. വെള്ളം ഇനി ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പം നിങ്ങൾ ഈ കിസ്മിസൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ വാഷ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, അതിൽ ചെറിയ പൊടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ഞാനൊന്ന് മാറ്റി വെക്കാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ണിയപ്പം റെഡിയാവുന്നതനുസരിച്ച് മറിച്ചിടുന്നും കോരി ഒഴിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ച് കൂടുതൽ ഞാൻ ഉണ്ടാക്കില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റത്. അല്ലെങ്കിൽ ഞാനൊരു 5 മണി ആ സമയത്താണ് ഞാൻ എഴുന്നേക്കുന്നത് കേട്ടോ. ഇന്നിപ്പം അതുകൊണ്ടാണ് നേരത്തെ ആക്കിയത്. അപ്പം അണ്ടിപ്പരിപ്പും ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പം ഈ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴേക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സമാധാനം തോന്നും കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനില്ല, സമാധാനമായിട്ട് നമുക്ക് നിന്ന് കുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ നമുക്ക് നല്ല ഒരു എനർജിയൊക്കെ ഫീൽ ചെയ്യുന്ന ടൈമാണ് രാവിലെ എന്ന് പറയുന്നത്. ശരിയല്ലേ? നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? അതുപോലെ ഇതുപോലെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ കഴുകിയെടുക്കുന്ന ആരൊക്കെ ഉണ്ട് ഒന്ന് പറയുക കേട്ടോ. ഞാനിങ്ങനെ കുക്ക് ചെയ്യുന്നതിന് ജസ്റ്റ് മുൻപ് ഇതൊന്ന് കഴുകിയെടുക്കുകയുള്ളൂ. അപ്പോൾ വലിയ പാനാണ്, ചെമ്പ് പാനാണ് ഞാനിവിടെ വച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്കിതാ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം ഞാനിവിടെ സേമിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം 1 കിലോ സേമിയ ഞാൻ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്തിട്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് റോസ്റ്റഡ് സേമിയ തന്നെ ആണ്, എന്നാലും ആ നെയ്യിൽ കിടന്ന് ഒന്ന് റോസ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ നെയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച പഞ്ചസാര പാനിയാണ് കേട്ടോ, അത് അരിച്ചൊഴിച്ചു കൊടുക്കാം. ആ പഞ്ചസാരയിലും അഴുക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു അരിപ്പ എടുത്ത് അരിച്ചിതിലേക്ക് ഒഴിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നത് കൊണ്ട് എനിക്കും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പിന്നെ ഇടയ്ക്ക് പിന്നെ വീഡിയോ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇതിപ്പോൾ ലാസ്റ്റ് ആ പാത്രത്തിലുള്ള വെള്ളം അങ്ങനെ ഒഴിച്ചത് കേട്ടോ.
കാരണം എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. അപ്പം ഒന്നാമത് നല്ല ചൂടല്ലേ, തിളപ്പിച്ച വെള്ളമല്ലേ, അപ്പം അതിങ്ങനെ അരിച്ചൊഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. അപ്പം അതുകൊണ്ടാണ് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചെടുത്തത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പം മധുരം ആവശ്യത്തിനൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഞാൻ മൂടി വെച്ച് കൊടുത്തു. അപ്പോൾ ഉണ്ണിയപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉണ്ണിയപ്പവും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ്. എണ്ണ കുടിക്കുകയോ ഒന്നുമില്ല. അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൂടി തരണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ഇതിനിടയിൽ ഞാൻ അടപ്പൊന്ന് മാറ്റി നമ്മളുടെ സേമിയയും നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ടായിരുന്നു. ഇപ്പം നിസാറിക്കൊക്കെ ഇഷ്ടം വളരെ തിന്നായിട്ടുള്ള നമ്മളെ ഗൾഫിൽ കിട്ടുന്ന സേമിയില്ലേ, അതാണ് കേട്ടോ. പക്ഷേ എനിക്ക് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനാണെങ്കിൽ എപ്പോഴും അവർക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ആ ഒരു സേമിയ ഇഷ്ടമാവും എന്നുള്ളത്. ഈ സേമിയ തന്നെയാണ് നല്ലത് കേട്ടോ. പൊതുവേ ഞാൻ പലരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുമെങ്കിലും എല്ലാവരും എൻ്റെ അടുത്ത് ഈ ഒരു സേമിയാണ് ഇഷ്ടമെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഈ സമയം അത് വെന്ത് വന്ന സമയമാണ് നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം പാല് തിളപ്പിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ തിളപ്പിക്കുമല്ലോ. അപ്പം പാലെല്ലാം ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഗ്യാസ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അത്യാവശ്യം വലിയ പാത്രം ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. പിന്നെ ഞാൻ ഏലക്ക പൊടിച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. നിസാർക്ക് ഇതിനിടയ്ക്ക് വന്നിട്ട് ധൃതി കൂട്ടുന്നുണ്ടേ, സമയമായി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ തരാം, ഇനിയിപ്പം നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി വറുത്തിട്ടാൽ മാത്രം മതി. അങ്ങനെ ഞാൻ വലിയൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കുകയാണ്. ഇത് കഴുകിയത് കൊണ്ട് തന്നെ വറുക്കാനും കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പം ഞാനിത് ഫ്ലെയിം കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇത് കരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ പെട്ടെന്ന് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന കിസ്മിസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇനിയിപ്പോൾ വേറൊന്നുമില്ല, നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യോടുകൂടി തന്നെ നമ്മുടെ ഈ പായസത്തിലേക്ക് ഒന്ന് ഒഴിച്ച് ഇളക്കിയെടുക്കുമ്പോൾ നമ്മളുടെ അടിപൊളി സേമിയ പായസവും റെഡിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. എന്തായാലും നിങ്ങളെല്ലാവരും നമ്മളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനോ ഒന്നും മറന്നു വരുതേ. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതും കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം അടുത്ത കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.